ആളെ കാണിച്ചു ആളെ കാണിച്ചു. ഹാപ്പി ടു ട്രാവൽ ആൻഡ് ഫുഡിന്റെ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 7-8 മാസത്തിന് ശേഷമാണ് ഞാൻ ഒരു വ്ളോഗും ചെയ്തിട്ടില്ല. ഒരു 7-8 മാസത്തിന് ശേഷമാണ് ഞാൻ പുതിയൊരു വ്ളോഗ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തത് എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെന്നൈ പോയതായിരുന്നു. അത് 2023 മറ്റാണ്, 22 മറ്റാണ് ഞാൻ പോയത്. അതിനുശേഷം എനിക്ക് ഒരു ട്രാവൽ വ്ളോഗും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ പോകാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും വന്നു. അതുകൊണ്ടാണ് ചെറിയൊരു ഗ്യാപ്പൊക്കെ വരാനായിട്ട് കാരണമായിത്തീരുന്നത്. അപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എവിടേക്കാണ് പോകുന്നത്? വെർജിൻ വാലി. ഏകദേശം മണ്ണാർക്കാട് നിന്ന് കുറച്ചൊരു 7-8 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകാണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. എൻ്റെ ഇപ്പോൾ ഇന്ന് വിനു ഉണ്ട്. വിനു ഞാനും ഞങ്ങൾ രണ്ടുപേരും 10ാം ക്ലാസ്സിൽ ഒപ്പം പഠിച്ചവരാണ്. പക്ഷെ ഞങ്ങൾ കണ്ടുമുട്ടിയ കഥ എന്ന് പറഞ്ഞ് വലിയ രസകരമായിട്ടുള്ളൊരു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഞങ്ങൾ ഏകദേശം മെയിൻ റോഡിൽ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം തിരിച്ച് നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഞാൻ ആദ്യമായിട്ടാണ് സ്ഥലത്തോട്ട് പോകുന്നത്. ഇവനാണ് എനിക്ക് ഈ സാധനമൊക്കെ അയച്ചു തന്ന്, റീല് അയച്ചു തന്നിട്ടാണ് നമുക്കിങ്ങനെ പോകാം എന്ന് പറഞ്ഞത്. അപ്പം പിന്നെ ഞാനും അധികം വേയിച്ചില്ല. എന്തായാലും കുറേ നാളെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് ഞാനും കരുതി. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ പോകുന്ന വഴി അവിടെ ചെയ്യണം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തു. ഏകദേശം നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം വരാനായിട്ട്. കാരണം മെയിൻ റോഡിന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ യാതൊരു നയോ റോഡിനുണ്ടാവില്ല. അപ്പം ഇനിയിപ്പം 2 കിലോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു പരിതാപകരമായിട്ടുള്ള റോഡിൽ കൂടെ തന്നെ വേണം പോകാനായിട്ട്. പിന്നെ നമ്മുടെ റൈഡർ എന്ന് പറയുന്ന ആൾ നല്ല സ്കിൽഫുള്ളായിട്ട് ഓടിക്കുന്നത് കാരണം കുഴപ്പമില്ല. പിന്നെ വണ്ടി മെൻടോർക്കായത് കാരണം കൊണ്ടൊക്കെ വരികയാണെന്ന് വെച്ചാൽ പ്രത്യേകം നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കാരണം കണ്ടില്ലേ, ചിലപ്പം ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ചെറിയൊരു പ്രശ്നമുണ്ടായി. ഞങ്ങൾ വരുന്ന വഴി ഇതേ ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് ഒരു രക്ഷയില്ല, കാറൊന്നും അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ്. കണ്ടോ, ഒരു നിവൃത്തിയില്ല, ബൈക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ, ബ്ലോക്കായി. അപ്പോൾ വരുന്നവർ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണത്. ഇനി കുറച്ചേ ഉള്ളൂ നടക്കാനായിട്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നടന്ന് നോക്കാം. അതെ, അതൊക്കെ ബ്ലോക്കാണ്, ഒരു രക്ഷയില്ലാതെ നിൽക്കുന്ന അവസ്ഥകളാണ് അതൊക്കെ. എല്ലാവിടെയും എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി കോഷൻ എല്ലാവിടെയും ഉണ്ട്. വാണിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. സ്വാഭാവികം. ചെറിയൊരു ഊട് വഴിയാണ് കേട്ടോ. ഊട് വഴിയിലോട്ട് കൂടെ കടന്നു പോകണം പോകാനായിട്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, റബ്ബർ കാട്. പഴയ കാലത്തൊക്കെ ഇല്ലേ, ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലുള്ള വഴി? 2 സൈഡ് ഞാൻ കണ്ടിട്ടുണ്ടെന്നാ, നീ കാണില്ല. തമാശ ലേശം കൂടുണ്ട്, കുഴപ്പമില്ല. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനോട്ട് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഭാഗത്ത് നല്ലപോലെ ശബ്ദം കേൾക്കുന്നുണ്ട്, വെള്ളം ചാടുന്നതിൻ്റെ. നമുക്ക് നല്ലത്. അതെ അതെ, വെള്ളത്തിന്റെ സൗണ്ട് കാണാൻ പറ്റില്ലേ? ഓക്കേടാ, ഓക്കെ. ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട് എന്നതാണ് എൻ്റെ ഒരു ധാരണ. കിടില സ്ഥലം. എൻ്റെ മോനെ പൊളിച്ച്. ഞാനിപ്പോ എൻ്റെ പീക്കിലാണ് കേട്ടോ നിൽക്കുന്നത്, ഹാപ്പിനെസ്സിന്റെ. കാരണം എൻ്റെ വോയിസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇവിടെ ഒത്തിരി പേരുണ്ട്. പിന്നെ വേറെ രസം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇപ്പം കാണുന്ന പോലുള്ളൊരു വൈബല്ല. അതെ, അവിടെ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ചുമ്മാ ആണോ, വരുമ്പോൾ അതിൻ്റെ ഒരു ഇത് അറിയുന്നുള്ളൂ. കേട്ടോ, ഇത് ലെവല് എങ്ങനെയുണ്ട്? നിന്റെ ഒരു ഇത് പറ, കാണുമ്പോൾ തന്നെ എങ്ങനെയുണ്ട് പറ. ഇത് അതായത് സത്യം ഇതൊന്നും അല്ല പ്രതീക്ഷിക്കണം. ചുമ്മാ വരെ ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടം സംതിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന കാര്യമായിട്ട് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ അമേസിങ്. അയ്യോ, കുറച്ച് ഇറങ്ങുമ്പോഴൊന്ന് സൂക്ഷിക്കണം. കാരണം ഇച്ചിരി ടാസ്ക് ഫുള്ളാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല, സാഹസികയാണല്ലോ എൻ്റെ മോനെ.
ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ വന്നപ്പം. അടിപൊളി സെറ്റായിട്ടുണ്ട്. സെറ്റ് കേട്ടോ. അയ്യോ ഞാൻ പ്രതീക്ഷയില്ല. എന്തായാലും ഞാൻ ഇറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഹലോ, അടിപൊളി കിക്കാച്ച് സ്ഥലം കേട്ടോ ഇത്. ഞാൻ ചാടാനുള്ള ഉദ്ദേശത്തിലാണ്, പക്ഷെ എനിക്കൊരു ധൈര്യ കുറവുണ്ട്. നമ്മൾ ആദ്യമായിട്ടുള്ള വരുന്ന കാരണം ചെറിയൊരു ചാടുന്നുണ്ടോ? ചാടിക്കോ. എനിക്കിങ്ങനെ കാണുമ്പോൾ കൊതിയും തോന്നില്ല ഇറങ്ങാനായിട്ട്. നമുക്കപ്പോൾ അണ്ടർ വാട്ടർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്താണ് അവസ്ഥ എന്നറിയില്ല ഗായ്സ്. അപ്പൊ 2 സബ്സ്ക്രൈബർ നമ്മൾ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ വന്നപ്പോൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് 2 സബ്സ്ക്രൈബർ ഇവിടെ വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട്സ് അവിടെ ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരെയും പിടിച്ചിട്ട് സബ്സ്ക്രിപ്ഷൻ ആക്കിയിട്ട് വെക്കാം. എന്തായാലും നമ്മുടെ കൂടെ വന്ന ഒരുത്തുണ്ട് ഇവിടെ, ഭയങ്കര സുഖസുന്ദരമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എടാ ഇത്രയും പേര് പറഞ്ഞല്ലോ, ഒന്ന് ഇറങ്ങി നോക്ക്. എടാ എന്റെ തോർത്ത് അവിടെ ഉണ്ട്, നീ തോർത്തെടുത്തോ. ഇല്ലല്ല നാട്ടാ തന്നെ ഉള്ളു. കിട്ടി കിട്ടി. മുഖം കണ്ടോട്ടെ, മുഖം കണ്ടോട്ടെ. ഇത് വേറൊരു സൈഡാണ്. നമ്മൾ വേറൊരു സൈഡിന്റെ ഭാഗത്തോട്ട് ഏകദേശം വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ഫോൾസ് ഉണ്ട്. അവിടെ നമുക്ക് ചാടാനൊക്കെ പറ്റുള്ളൂ. ഇവിടെ സെറ്റ് സെറ്റ് സെറ്റ്. എന്നെ വിളിച്ചുകൊണ്ടുവന്ന് നീയാണ്, പക്ഷെ കിട്ടിയത് ഫുള്ള് എനിക്കാണ് കേട്ടോ. കാരണം ഞാൻ അങ്ങേയറ്റം ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങേയറ്റം എന്ന് വെച്ചാൽ അങ്ങേയറ്റം. അത്യാവശ്യം നല്ല പോലെയുള്ള ചാട്ടം തന്നെയുണ്ട്. വേണ്ട ഇവര് സ്ലൈഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വന്ന് സൂപ്പറായിട്ട് സൂക്ഷിച്ച് വന്നോട്ടോ. നല്ല ഫ്ലോ ഉണ്ട്, നല്ല ഫോഴ്സ് ഉണ്ട്. അവിടെ കുഴിയുണ്ട് കേട്ടോ, അവിടെ കുഴി. ഇങ്ങോട്ട് ഇറങ്ങുമ്പോ സൂക്ഷിച്ചോ, കുഴിയുണ്ട്. അവിടെ കുഴിയുണ്ട് 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 അവിടെ കുഴിയുണ്ട്, സൂക്ഷിച്ചോ. ഞാൻ എന്തായാലും ഒന്ന് ഇരുന്ന് നോക്കട്ടെ ഇറങ്ങാനായിട്ട്. അവിടെ നിന്നോട്ടോ, അവിടെ നിന്നോ അവിടെ നിന്നോ അവിടെ നിന്നോട്ടെ. ഞാൻ അങ്ങനെ വരുന്നുണ്ട്. അവിടെ വന്നോ. ഞാൻ എന്തായാലും ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്ത് നോക്കട്ടെ. അവിടെ നിന്നോട്ടോ. നല്ല ഫ്ലോ ഉണ്ട്, വെള്ളം
സൂപ്പറായിട്ട് എനിക്ക് വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം നല്ലപോലെ ഫ്ലോ ഉണ്ട്. എൻ്റെ മുട്ട എവിടെയും മുട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്, എവിടെയൊന്നും വന്നില്ല. അയ്യോ, നല്ല ഫ്ലോ ഉണ്ട്. എന്നെയും കൂടെ ഒന്ന് പിടിച്ചേക്കെ. ആരുടെങ്കിലും കയ്യോ കാലോ ഒന്ന് തന്നാൽ രക്ഷപ്പെടാമായിരുന്നു. താങ്ക് യു. അപ്പോ ഞങ്ങളെ എന്നെ രക്ഷിച്ച ഒരു വ്യക്തി, 2 വ്യക്തി, 3 വ്യക്തി, 4 വ്യക്തി, 5 വ്യക്തി, അവരോടുള്ള നന്ദി ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നു. അപ്പോൾ ഞാൻ തൽക്കാലം വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട നിർബന്ധിതരാണ്, കാരണം എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഇത് അവിടെ നിൽക്കുന്നുണ്ട്, പോകാമെന്ന് പറഞ്ഞു. സമയം ഏകദേശം ഇരുട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്, കാരണം നമ്മുടെ ടൈം അതിക്രമിച്ച് കഴിഞ്ഞു. ഏകദേശം 5:15 ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ? ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്? അല്ല, രണ്ടാമത്തോട്ട് ആണ്. അപ്പം ശരി, അപ്പം കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ശരി, ബൈ ബൈ. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് ഒക്കെ പറഞ്ഞതുപോലെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നുകൊണ്ട് കുറച്ച് പുതിയ നല്ല അടിപൊളി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടോ. ഇനി ടൂറുണ്ട് അത്. അപ്പോൾ അത് കാരണം ഇനിയും എന്താ എനിക്ക് ഭക്ഷണം കഴിക്കണ്ട ചൂടത്തോ. അപ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോ തൽക്കാലം വൈൻഡ് ചെയ്യാനുള്ള സമയമുണ്ട്. പുതിയൊരു വീഡിയോ നമുക്ക് തൽക്കാലം വീണ്ടും കാണാം. വർത്തിയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കാതെ വരണം. പ്രതീക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ വരുന്നതിൻ്റെ എല്ലാ പ്രതീക്ഷയും നിങ്ങൾക്ക് കിട്ടും. അപ്പം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചിലതൊന്ന് ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുക എന്ന് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ ഓൾ, ലവ് യു ഓൾ, ബൈ ബൈ. വണ്ടി എടുക്കൂ സഹോദര. ഡോഡോ സാർ ഓ വണ്ടി എടുക്കൂ.